ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ജിനോ ഫിലിപ്പ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ തക്കാളി തോട്ടത്തിലെ അടിപൊളിയായിട്ടുള്ള വിളവെടുപ്പാണ്. നമ്മുടെ തക്കാളി പഴങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണ്. ഇത് കാണാൻ സാധിക്കും. ഇത് എവിടെയെല്ലാം ഒന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് വിളവെടുക്കാൻ പോവുകയാണ്. സാധാരണ തക്കാളി പഴങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി വലിപ്പമുള്ള നല്ല അടിപൊളി തക്കാളി പഴങ്ങളാണ് നമുക്ക് ഇന്ന് വിളവെടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് വിളവെടുപ്പ് ആരംഭിക്കാം. തികച്ചും ജൈവവളങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ കൃഷി രീതികളിലൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിൽ തന്നെ വിളവെടുക്കുന്നതിൻ്റെ സന്തോഷം സുഖവും ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വിളവെടുപ്പ് കാലം തുടങ്ങിയാൽ ആഴ്ചയിൽ 2-3 ദിവസം എങ്കിലും നമുക്ക് തക്കാളി ലഭിക്കും. എല്ലാ തക്കാളി ചെടികളിലും നിറയെ കായ്ച്ചു കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 6 മാസത്തേക്ക് പുറത്തുനിന്ന് തക്കാളി വീട്ടിലേക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. അത്രമാത്രം നമുക്ക് വീട്ടിൽ ലഭ്യമായിരുന്നു. നമുക്ക് ആവശ്യത്തിലധികമുള്ള തക്കാളി നമ്മൾ പാത്രങ്ങളിലോ അല്ലെങ്കിൽ കൂടുകളിലോ ഒക്കെ ആക്കിയിട്ട് അത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. സാധാരണ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല വലിപ്പവും അതുപോലെ തന്നെ നല്ല രുചിയുമുള്ള നല്ല അടിപൊളി തക്കാളിയാണ് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്നത്. ഇനിയും പച്ചത്തക്കാളി കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് നമുക്കെടുത്ത് തോരൻ വെക്കാനും കൊള്ളാം. അത് സൂപ്പറാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വീട്ടിലും ഇതുപോലെ 1-2 തക്കാളി ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം തക്കാളി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരത്തില്ല. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുകയും നന്നായിട്ട് കറി വയ്ക്കുകയും ചെയ്യാൻ പറ്റും. തക്കാളി കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് നല്ല കമ്പ് കുത്തി നല്ല സപ്പോർട്ട് കൊടുക്കണം. കമ്പോ വലകളോ ഒക്കെ ഉപയോഗിക്കാം അതിന് സപ്പോർട്ട് കൊടുക്കാൻ. സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് താഴേക്ക് താഴ്ന്നു പോവുകയും ഇതിൽ കായകൾ ഉണ്ടാകുന്നത് കുറയുകയും ചെയ്യും. അടുത്തതായിട്ട് തക്കാളി ചെടികളിൽ ഇരട്ടി വിളവ് ലഭിക്കാനുള്ള ഒരു സൂത്രവിദ്യയാണ് പറഞ്ഞു തരുന്നത്. തക്കാളി ചെടികൾ ഏകദേശം ഒരു പ്രായം എത്തുമ്പോഴേക്കും അതിൽ മഞ്ഞ പൂക്കൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു പൂവിൽ തന്നെയാണ് ആൺപൂവും പെൺപൂവും ഉള്ളത്. സാധാരണ കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെടികൾ ഇളകുമ്പോഴൊക്കെയാണ് ഈ പരാഗണം നടക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ പൂക്കളിൽ നന്നായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ പെട്ടെന്ന് പരാഗണം നടക്കുകയും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇരട്ടി തക്കാളി പഴങ്ങൾ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു വിദ്യയാണ്. പലർക്കും അറിയത്തില്ല, പലരും പറഞ്ഞു കൊടുക്കത്തുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇരട്ടി വിളവ് ലഭിക്കുന്നതാണ്. ഇന്ന് തക്കാളി കൂടാതെ നമുക്ക് ലെച്ചൂസ് ഒക്കെ വിളവെടുക്കാനുണ്ട്. ലെച്ചൂസും വളരെ പോഷകാഹാരമുള്ള ഒരു ഇലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഇലയാണ്. ഇത് ഇന്നത്തെ ദിവസം നമ്മൾ വിളവെടുക്കുന്നുണ്ട്. ലെച്ചൂസ് ഇത്തവണ എനിക്ക് ഒത്തിരി ഉണ്ട്. ഇതും വലിയൊരു കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൈകൾ മേടിച്ച് നട്ടാൽ മതി. അത് ഒത്തിരി ഉണ്ടാകും. എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ അനുദിനമുള്ള ആഹാരത്തിൽ ഇലകൾ അല്ലെങ്കിൽ സലാഡുകൾ ഒക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ലെച്ചൂസ് സലാഡിലെ ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ ലെച്ചൂസ് ഇന്നത്തെ ദിവസം നമ്മൾ വിളവെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫ്രഷ് മല്ലിയാണ്. മല്ലിയില നമ്മൾ വിളവെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് അടിപൊളി മല്ലിയിലയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വിഷം നിറഞ്ഞ അല്ലെങ്കിൽ വിഷാംശം നിറഞ്ഞ മല്ലിയിലയായിരിക്കും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്ത് ചെയ്യണം. ഇത് ഒരു വിഷാംശമില്ലാതെ ഫ്രഷ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മുടെ മല്ലി കൃഷി ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിനുള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം അടിപൊളി മല്ലിയിലയാണ്. നമുക്ക് നേരിട്ട് വീട്ടിലെ കറികളിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒത്തിരി വിളവെടുത്തു. നല്ല തക്കാളി, ലെച്ചൂസ്, മല്ലിയില ഒക്കെ ഇന്ന് വിളവെടുത്തു. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ഏതു സാഹചര്യത്തിലായിരുന്നാലും നമ്മളെക്കൊണ്ട് ആകുന്ന രീതിയിൽ ചെറുതും വലുതുമായ കൃഷി രീതികൾ ചെയ്യുക. അപ്പോൾ അതിന് ഒരു പ്രോത്സാഹനം കിട്ടട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകളും ഇങ്ങനത്തെ നല്ല മനോഹരമായിട്ടുള്ള ഈ ഗൾഫിലെ കാഴ്ചകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ ഇന്നത്തെ പറിച്ച തക്കാളി ഞങ്ങളുടെ പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് കഴിച്ച് നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇത് ഞാൻ ഉണ്ട്, അതുപോലെ തന്നെ ഗാത്തോമറിയൊക്കെ അവർക്കൊക്കെ ഇഷ്ടമാണ് ഈ സംഭവം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സ്വന്തം സാധനമായിട്ട് മാത്രം പറയല, സൂപ്പറാണ്.
അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ നമ്മൾ വിളവെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.